കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയിട്ട് എന്താ വെച്ചാൽ രാമൻ ലക്ഷ്മണനോട് ആക്ച്വലി കൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണ് ചെയ്ത് എന്താ പിന്നെ സീതയെ കൊണ്ടുവിടണമെന്നേ അല്ലേ, വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നീട്ട് സുമന്ത്രൻ്റെ രഥത്തിൽ സീതയെ ഇരുത്തിയിട്ട് വേഗം കാട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് 53 ചെയ്യാം. 4-ാം സർഗം, ഉത്തരകാണ്ഡം 4-ാം സർഗം 53-ാം ശ്ലോകം വായിക്കാം. വാൽമീകേരാശ്രമസ്യാന്തേ ത്യക്ത്വാ സീതാമുവാച സഹ ലോകാപവാദഭീത്യാ ത്വാം ത്യക്തവൻ രാഘവോ വനേ ദോഷോ ന കശ്ചിന്മേ മാതർഗച്ഛാശ്രമപദം മുനേഃ. വാൽമീകേः ആശ്രമസ്യ അന്തേ, വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് സീതാം ത്യക്ത്വ, സീതയെ ത്യജിച്ചിട്ട് സൗവാച, ആര് പറഞ്ഞു? ലക്ഷ്മണൻ പറഞ്ഞു. ലോകാപവാദഭീത്യ, ലോകാപവാദം ഭയന്നിട്ടാണ് രാഘവൻ ശ്രീരാമൻ ത്വാം വനേ ത്യക്തവാൻ, അങ്ങേ വനത്തിൽ ത്യജിച്ചിരിക്കുന്നത്. മാതാഹ, ഹേ മാതാവേ, മേ കശ്ചിൽ ദോഷാഹ, എൻ്റെ പേരിൽ ഒരു വിദ്വേഷവും തോന്നരുത്, എൻ്റെ കുറ്റമല്ല എന്ന് പറയണം. മേ കശ്ചിൽ ദോഷാഹ എന്നാണ്, അതായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. മുമ്പേ മുനേ ആശ്രമപദം ഗച്ഛ, മുനിയുടെ ആശ്രമത്തിലേക്ക് പോയാലും പാവം ഭയങ്കര വിഷമമുണ്ട് ലക്ഷ്മണനെ. വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് സീതയെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു, ലോകാപവാദത്തെ ഭയപ്പെട്ടിട്ടാണ് രാമൻ മാതാവിനെ കാട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. അല്ലയോ മാതാവേ, എൻ്റെ പേരിൽ യാതൊരു ദേഷ്യവും തോന്നരുത് കേട്ടോ, മുനിയുടെ ആശ്രമത്തിലേക്ക് പോയാലും എന്ന് പറഞ്ഞു. അല്ലാണ്ട് എന്താ ചെയ്യുക അല്ലേ പാവൻ ലക്ഷ്മണൻ. വാൽമീകേരാശ്രമസ്യാന്തേ ത്യക്ത്വാ സീതാമുവാച സാ ലോകാപവാദഭീത്യാ ത്വാം ത്യക്തവൻ രാഘവോ വനേ ദോഷോ ന കശ്ചിന്മേ മാതർഗച്ഛാശ്രമപദം മുനേഃ. ഇനി 54. ഇത്യുക്ത്വാ ലക്ഷ്മണ ശീഘ്രം ഗതവാൻ രാമസന്നിധിം സീതാപി ദുഃഖസന്തപ്ത വിലലാപാതിമുഗ്ധവദ്. ഇതി ഉക്ത്വാ ലക്ഷ്മണ, ഇങ്ങനെ സീതയോട് പറഞ്ഞിട്ട് ശീഘ്രം രാമസന്നിധിയും ഗതവാൻ, വേഗം രാമൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ദുഃഖസന്തപ്ത, തിരിച്ചു പോയപ്പോൾ ദുഃഖസന്തപ്ത സീത, ദുഃഖം കൊണ്ട് അങ്ങേയറ്റം തപിച്ച ഈ സീത അതിമുഗ്ധവത്, ഏറ്റവും ഒരു സാധാരണ സ്ത്രീകളെ പോലെ വിലലാപ, കരഞ്ഞു എന്ന്. ഇങ്ങനെ ലക്ഷ്മണൻ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് സീതയോട് പറഞ്ഞതിന് ശേഷം ലക്ഷ്മണൻ വേഗം രാമൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. അതല്ലേ പറഞ്ഞത് ശ്രീരാമൻ. അപ്പോൾ സീതയാകട്ടെ അതിദുഃഖം കൊണ്ട് തപിച്ചിട്ട് ഏറ്റവും മൂഢ എന്ന പോലെ എന്നാണ് അർത്ഥം. അതിമുഗ്ധ വെച്ചാൽ എന്താ, ഒരു സാധാരണ സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു സ്ത്രീയെ പോലെ പലതും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. അതൊക്കെ അഭിനയിക്കുകയാണ്, ഇതൊക്കെ പ്ലാൻ ചെയ്തതാണല്ലോ. ഇത്യുക്ത്വാ ലക്ഷ്മണ ശീഘ്രം ഗതവാൻ രാമസന്നിധിം സീതാപി ദുഃഖസന്തപ്ത വിലലാപാതിമുഗ്ധവത്. അതായത് തിരിച്ച് ഇവർക്കിപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു ശ്രീരാമ ഭഗവാനെ. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് വേണമല്ലോ പോവാൻ. അതിന് ഉള്ള ഒരു ഉപായമായിട്ടാണ് ഇപ്പോൾ സീത ഉപേക്ഷിച്ചത്. ശിഷ്യൈഃ 55. ശിഷ്യൈഃ ശ്രുത്വാതു വാൽമീകിഃ സീതാം ജ്ഞാത്വാ ച ദിവ്യദൃക് അർഘ്യാദിഭിഃ പൂജയിത്വാ സമാശ്വാസ്യ ച ജാനകിം ജ്ഞാത്വാ ഭവിഷ്യം സകലം ആർപ്പയൻ മുനിയോഷിതാം. ദിവ്യദൃക് വാൽമീകിക്ക് ഇങ്ങനെ സംഭവിക്കുന്നറിയാം, ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു മനസ്സിലാക്കി. ശിഷ്യൈഹി ശ്രുത്വ, ശിഷ്യന്മാർ മുഖാന്തരം ഇങ്ങനെ സീത ഇവിടെ വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദിവ്യദൃഷ്ടി കണ്ടതൊക്കെ കണ്ടിട്ട് സീതാം ജ്ഞാത്വ, സീത ആരാണെന്നൊക്കെ മനസ്സിലായി. അതായത് മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയാണ്. ജാനകിയെ അർഘ്യാദിപി, വേഗം അതായത്
ഭൂമിദേവി തന്നെയാണല്ലോ, ലക്ഷ്മി ദേവി തന്നെയല്ലേ. അതുകൊണ്ട് പൂജയൊക്കെ അർഘ്യാദികൾ കൊണ്ടൊക്കെ പൂജിച്ച് ആശ്വസിപ്പിച്ചിട്ട് ഭവിഷ്യം സകലം ജ്ഞാത്വ, ഇനി ഉണ്ടാവാൻ പോകുന്നതൊക്കെ നല്ല ജ്ഞാനചക്ഷുസ് കൊണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് ഇനി എന്താ ഉണ്ടാവാൻ പോകണമെന്നൊക്കെ വാൽമീകി മഹർഷിക്ക് തൻ്റെ ജ്ഞാനചക്ഷുസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് മുനിയോഷിതാം ആർപ്പയത്, മുനിപത്നിമാരുടെ കയ്യിൽ സീതയെ നല്ലവണ്ണം നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു, അവിടുത്തെ ആശ്രമത്തിലത്തെ ബാക്കി പത്നിമാരുടെ. അപ്പോൾ എന്താ അതിൽ പറഞ്ഞത്, ഈ ദിവ്യജ്ഞാനിയായിട്ടുള്ള വാൽമീകി മുനി ആശ്രമത്തിൽ ഒരു സ്ത്രീ വന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞ് കേട്ടു. അപ്പം ജ്ഞാനദൃഷ്ടി കൊണ്ട് അതാരാണെന്ന്, സീതയാണെന്ന് അറിഞ്ഞു. ജ്ഞാനദൃഷ്ടി കൊണ്ട് ഉടനെ പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ട് ജാനകിയെ പൂജിച്ച് നല്ലോണം ആശ്വസിപ്പിച്ചു. എന്നിട്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് തന്നെ ഇനി ഉണ്ടാവാൻ പോണ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സീതയെ അവിടുത്തെ ആശ്രമത്തിലത്തെ തപസ്വിനിമാരുടെ കയ്യിൽ സീതയെ നല്ലോണം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. 55. ശിഷ്യൈഃ ശ്രുത്വാ തു വാൽമീകി സീതാം ജ്ഞാത്വാ ച ദിവ്യദൃക് അർഘ്യാദിഭിഃ പൂജയിത്വാ സമാശ്വാസ്യ ച ജാനകിം ജ്ഞാത്വാ ഭവിഷ്യം. ഭാവിയിലത്തൊക്കെ കാണാൻ പറ്റുമല്ലോ. ഈ ത്രികാലജ്ഞാനികളാണ് വാൽമീകിയെ പോലുള്ള മഹർഷിമാർ. ത്രികാലം വെച്ചാൽ എന്താ, ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ അവർക്കറിയാം. അപ്പോൾ ത്രികാലജ്ഞാനി ആയതുകൊണ്ട് ഭാവിയിൽ വരാമെന്ന് പറഞ്ഞതൊക്കെ ആലോചിച്ചറിഞ്ഞു. എന്നിട്ട് ആശ്രമത്തിലത്തെ അതാണ് ജ്ഞാത്വാ ഭവിഷ്യം സകലം ആർപ്പയൻ മുനിയോഷിതം. അതായത് മുനി സ്ത്രീകൾ അല്ലെങ്കിൽ മുനിപത്നിമാരുടെ കയ്യിൽ സീതയെ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു, നല്ലോണം നോക്കണം എന്ന് പറഞ്ഞു. 56. താസ്താം സംപൂജയന്തി സ്മ സീതാം ഭക്ത്യാ ദിനേ ദിനേ ജ്ഞാത്വാ പരാത്മനോ ലക്ഷ്മീം മുനിവാക്യേന യോഷിതഃ സേവാം ചക്രുസ്സദാ തസ്യ വിനയാദിഭിരാദരാൽ. താഹ അവർ, അതായത് മുനിപത്നിമാരെ, താം സീതാം ആ സീതയെ ദിനേ ദിനേ ദിവസം തോറും ഭക്ത്യാ സംപൂജയന്തി സ്മ ഭക്തിയോടെ നന്നായി പൂജിച്ചു. എന്താ സീതയെ, അതായത് വാൽമീകി പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയാണ്. ഓക്കെ, മുനിവാക്യേന മുനിയുടെ വാക്കുകളിൽ നിന്ന് യോഷിത ഈ മുനിപത്നികളെ പരമാത്മനഃ ലക്ഷ്മി ജ്ഞാത്വ, അത് ശരിക്കന്നെ ഭഗവാന്റെ മാറത്ത് എപ്പോഴും വാഴുന്ന ആ ലക്ഷ്മിയാണെന്ന് അറിഞ്ഞിട്ട് വിനയത്തോടു കൂടി സദാ തസ്യ സേവാം ചക്രു, അവർ നല്ലോണം സേവിച്ചു മഹാലക്ഷ്മിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ. അതായത് എന്താ പറഞ്ഞാൽ വെച്ചാൽ അവർ സീതയെ ദിവസം തോറും ഭക്തിപൂർവം ആദരവോടെ പൂജിച്ചു. വാൽമീകി മുനി പറഞ്ഞതുകൊണ്ട് പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള മഹാലക്ഷ്മി തന്നെയാണ് സീതയെ ജനിച്ചിരിക്കണമെന്നൊക്കെ അവർക്ക് മനസ്സിലായത് കാരണം അവർ സീതയോട് വളരെ വിനയവും ആദരവോടും കൂടിയാണ് എപ്പോഴും സീതയെ സേവിച്ചത്. അപ്പോൾ 56 വായിച്ചിട്ട് 57 അവസാനത്തെ ശ്ലോകം. ഈ സർഗത്തിൽ 57ലേക്ക് പോവാം. താസ്താം സംപൂജയന്തി സ്മ സീതാം ഭക്ത്യാ ദിനേ ദിനേ ജ്ഞാത്വാ പരാത്മനോ ലക്ഷ്മീം മുനിവാക്യേന യോഷിതാ സേവാം ചക്രുസ്സദാ തസ്യാ വിനയാദിഭിരാദരാൽ. ഇനി ഈ സർഗത്തിലത്തെ അവസാനത്തെ 4ാം സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകം 57. രാമോപി സീതാരഹിത പരമാത്മാ വിജ്ഞാനദൃക് കേവല ആദിദേവ സന്ധിഞ്ജ ഭോഗാനഖിലാൻ വിരക്തോ മുനിവ്രതോ ഭൂന്മുനിസേവിതാംഘ്രിഹി. പരമാത്മാവും വിജ്ഞാനദൃക് വിജ്ഞാനമാകുന്ന, അതായത് പിന്നെ ജ്ഞാനദൃഷ്ടിയോടും കൂടിയ ഏകനും ആദിദേവനും സീതാരഹിത സീതയോട് പിരിഞ്ഞവനും അഭിരാമനും വിരക്തനായിട്ട് അഖിലാൻ ഭോഗാൻ എല്ലാ ഭോഗങ്ങളെയും ത്യജിച്ചിട്ട് മുനി സേവിതാംഘ്രി മുനികളാൽ സേവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവനായിട്ട് മുനിവ്രത മുനിമാരുടെ വ്രതത്തോടുകൂടി ജീവിച്ചു പിന്നുള്ള കാലം. അതായത് സീത പോയതിന് ശേഷം പരമാത്മാവും ജ്ഞാനസ്വരൂപനും ഏകൻ എന്ന് പറഞ്ഞാൽ അദ്വിതീയനും അല്ലേ, അതായത് ബ്രഹ്മം തന്നെയാണല്ലോ, ആദിദേവനും മുനിമാരാൽ സേവിക്കപ്പെടുന്ന പാതാരവിന്ദങ്ങളോടുകൂടിയവനും സീതയെ പിരിഞ്ഞിരിക്കുന്നവനുമായ രാമനും സകല ഭോഗങ്ങളും
ത്യജിച്ചിട്ട് രാജഭോഗങ്ങളെല്ലാം പരിത്യജിച്ചിട്ട് മുനിമാരുടെ വ്രതത്തോടു കൂടിയവനായി ഭവിച്ചു. ഒരു മുനിയെപ്പോലെ ജീവിച്ചു. പിന്നുള്ള കാലം അയോധ്യയിൽ ഭരിക്കുന്നുണ്ടെങ്കിലും എല്ലാ സുഖഭോഗങ്ങളും ത്യജിച്ച് ഒരു മഹർഷിമാരെ പോലെ ശരിക്ക് രാജർഷി ആയി മഹർഷിയായിട്ട് രാജ്യം ഭരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 57 കഴിഞ്ഞാൽ ഈ സർഗം കഴിഞ്ഞു. നമുക്ക് അടുത്ത സർഗത്തിലേക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. രാമോപി സീതാരഹിത പരമാത്മാ വിജ്ഞാനദൃക്കേവല ആദിദേവ സന്ധ്യഞ്ച ഭോഗാൻ അഖിലാൻ വിരക്തോ മുനിവ്രതോ മുനിസേവിതം ഗൃഹീ ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ ചതുർത്ഥോധ്യായ. ഇനി ഉത്തരകാണ്ഡം 5-ാം സർഗമാണ്. നമ്മൾ ഇതിനെന്താ പറയുക വെച്ചാൽ ഇത് രാമഗീതയാണ്. ഇതിന് രാമഗീത എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇത് എന്താണ് ശിവൻ മഹാശിവൻ അല്ലെങ്കിൽ മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ ശ്രീരാമ ലക്ഷ്മണ സംവാദത്തിൻ്റെ രൂപത്തിലുള്ള, അതായത് ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ രൂപത്തിലുള്ള ഈ രാമഗീത എന്ന് പേരുള്ള ഈ കുറേ തത്വങ്ങൾ പാർവതീദേവിക്ക് ഉപദേശിക്കുകയാണ്. അതാണ് രാമഗീത. അതായത് ശരിക്കും രാമഗീത പറഞ്ഞു വെച്ചാൽ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കണ ഉപദേശമാണ്. ശ്രീരാമൻ ലക്ഷ്മണൻ തമ്മിലുള്ള സംവാദമാണ്. അത് ശ്രീമഹാദേവൻ ശ്രീപാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എല്ലാ പരമതത്വം ആണ് ഉപദേശിക്കുന്നത് കേട്ടോ. അതായത് അതായത് ഈ ലോകത്തിലുള്ളവർക്കൊക്കെ എന്തെല്ലാം നല്ലത് വരുന്നോ, അവർക്ക് എന്തെല്ലാം ആനന്ദ അനുഭവങ്ങളുണ്ടോ, അവയ്ക്കെല്ലാം ആധാരമായിട്ടുള്ള ആ പൂർണ്ണ ആനന്ദം അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം, അതാണ് ശ്രീരാമദേവൻ്റെ സത്യസ്വരൂപം എന്ന് പറയുകയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് നോക്കാം. രാമഗീത വളരെ വിശേഷമാണ് കേട്ടോ. ഉത്തരകാണ്ഡം 5-ാം സർഗം രാമഗീത. ശ്രീ മഹാദേവ ഉവാച. ശിവൻ പറയാണ്, തതോ ജഗൻ മംഗളമംഗളാത്മനാ വിധായ രാമായണ കീർത്തിമുത്തമാം ചചാരപൂർവാചരിതം രഘൂത്തമോ രാജർഷിവര്യൈരഭിസേവിതം യഥാ. ജഗന്മംഗളമംഗളാത്മന, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മംഗളങ്ങൾക്കും മംഗളമായിരിക്കുന്ന, പ്രപഞ്ചത്തിലുണ്ടാവുന്ന മംഗളങ്ങൾക്കെല്ലാം കാരണമായ മംഗളമായിരിക്കുന്ന സ്വരൂപത്താൽ, അതാണ് ആത്മന മംഗളാത്മന, മംഗളത്തിനു മംഗളമായ ആത്മാന സ്വരൂപത്താൽ ഉത്തമം ഉത്കൃഷ്ടമായ രാമായണം കീർത്തി, ഈ രാമൻ്റെ കഥാരൂപത്തിലുള്ള ഈ യശസ്സിനെ വിധായ ഉണ്ടാക്കിയിട്ട് സ്ഥിത രഘുത്തമ, അതായത് എല്ലാവർക്കും ശ്രീരാമകഥ പാടാനുള്ള ഒരവസരം അങ്ങനെ ജീവിച്ചതിന് ശേഷം, അങ്ങനെ ഒരു ലീല ആടിയതിന് ശേഷം എന്നർത്ഥം, അവിടെ ജീവിക്കുന്ന രഘുശ്രേഷ്ഠൻ, അതായത് അങ്ങനെ എല്ലാവർക്കും കേട്ടും പാടിയും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകാൻ തക്കവണ്ണമുള്ള ലീലകൾ ആടിക്കഴിഞ്ഞിട്ടുള്ള ഈ ശ്രീരാമചന്ദ്രദേവൻ തതഹ അനന്തരം പൂർവാചരിതം, പണ്ടുള്ളവരാൽ ആചരിക്കപ്പെട്ടതും രാജർഷിവര്യൈഹി ശ്രേഷ്ഠന്മാരായ രാജർഷികളാൽ അഭിസേവിതം യഥ സേവിക്കപ്പെട്ടതും എപ്രകാരമോ തഥാ ചചാര അപ്രകാരം ആചരിച്ചു. എന്താണ് പറയണ വെച്ചാൽ ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. ആ ആനന്ദസ്വരൂപൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ അനുഭവിക്കണ എല്ലാ ആനന്ദവും. ഭഗവാൻ പൂർണ്ണാനന്ദമാണ്, ആനന്ദം മാത്രമേ ഉള്ളൂ അല്ലേ. ആനന്ദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, എല്ലാറ്റിൻ്റെയും സ്വരൂപനാണ് അല്ലേ. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന ആ ആനന്ദം, ആ ആനന്ദസ്വരൂപൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ഒരു സ്പെക്ക് ഓഫ് ദാറ്റ് പരമാനന്ദമാണ് നമ്മൾ അനുഭവിക്കണത്. അതാണ് പറയണത് തസീവ ആനന്ദസ്യ മാത്രം ഉപജീവന്തി എന്ന് പറയുന്നത്. ആ ആനന്ദത്തിൻ്റെ അംശത്തെയാണ് ലോകത്തിലുള്ളവരൊക്കെ അനുഭവിക്കണം. മംഗളാനാംച മംഗളം, എല്ലാ മംഗളങ്ങളുടെയും മംഗളം എന്നാണ് പിന്നെ ഭഗവാനെ പറ്റി പറയണം. അതായത് ഭഗവാന്റെ ആ ആനന്ദസ്വരൂപൻ്റെ ആനന്ദത്തിൻ്റെ ഒരു കണികയാണ് ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതായത് ഭഗവാന്റെ കഥകളെ സ്മരിക്കുന്നവർക്ക് പരമകല്യാണത്തെ നൽകുന്നതായ ആ സ്വരൂപം
ഈ ദുഷ്ടന്മാരെയൊക്കെ സംഹരിച്ച് ആ അദ്ദേഹത്തിൻ്റെ ഇത്രയും പരമപവിത്രമായിട്ടുള്ള കഥ വാൽമീകിയെ പോലുള്ളവരൊക്കെ അത് എഴുതി അല്ലേ. അപ്പം ഇത് ആരാണ് കേൾക്കുകയും പറയുക, അവരെ പാപങ്ങളെ നശിപ്പിക്കും അല്ലേ. അങ്ങനെയുള്ള ഈ ശ്രീരാമൻ സീത പോയതിന് ശേഷം രാജഭോഗം നിന്നൊക്കെ വിരക്തനായിട്ട് അന്ത്യകാലം കഴിച്ചു കൂട്ടിയെന്നാണല്ലോ നമ്മൾ കഴിഞ്ഞാലും പറഞ്ഞത്. അതന്നെയാണ് മംഗളങ്ങൾക്ക് മംഗളമായിട്ടുള്ള ഈ രാമൻ. അങ്ങനെ ഇനി കണ്ടിന്യൂ ചെയ്യാണ് ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോടെ. അപ്പം നമുക്ക് ഒന്ന് വായിച്ചിട്ട് രണ്ടിലേക്ക് പോവാം. ശ്രീ മഹാദേവ രാമഗീത. ശ്രീ മഹാദേവ ഉവാച തതോ ജഗന്മംഗളമംഗളാത്മന വിധായ രാമായണ കീർത്തിമുത്തമം ചചാര പൂർവാചരിതം രഘുത്തമോ രാജശ്രീവര്യൈ അഭിസേവിതം യഥാ. നല്ല തത്വങ്ങളാണ് കേട്ടോ രാമഗീതയിലെ. സൗമിത്രിണാ പൃഷ്ട ഉദാരബുദ്ധിനാ രാമകഥാപ്രാഹ പുരാതനീഃ ശുഭാഃ രാജ്ഞപ്രമത്തസ്യ നൃഗസ്യ ശാപതോ ദ്വിജസ്യ തിര്യക്ത്വമഥാഹ രാഘവാ. ഉദാരബുദ്ധിന, ഉദാരമായ അതെന്നുവെച്ചാൽ ഉത്കൃഷ്ടമായ ഗുണത്തോടെ ബുദ്ധിയോടുകൂടിയ സൗമിത്രിണ, അതായത് ലക്ഷ്മണനാൽ പൃഷ്ടരാമ, ചോദിക്കപ്പെട്ട രാമൻ. ലക്ഷ്മണൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറയാട്ടോ. പുരാതനി, പണ്ട് സംഭവിച്ചതായ ശുഭാഹ കഥ, ശോഭനമായ കഥകളെ പ്രാഹ പറഞ്ഞു. പ്രമത്തസ്യ, അതായത് പ്രവൃത്തിയിൽ വേണ്ടത്ര മനസ്സിരുത്താതിരുന്ന നൃഗസ്യ രാജ്ഞ, നൃഗരാജാവിന് ദ്വിജസ്യ ശാപത, അതായത് ഒരു ബ്രാഹ്മണൻ്റെ ശാപം കിട്ടി നൃഗനെ. തിര്യക്ത, തിര്യജ്ഞോനിയിലുണ്ടായ ജന്മത്തെ അഥ രാഘവ ആഹ പറഞ്ഞു. ആദ്യം നൃഗരാജാവിന് ഒരു ഓന്തായി ജനിക്കേണ്ട കഥ പറയും ആദ്യം. അതാണ് സീതയെ അതായത് സീത ഇല്ലാതെ ശ്രീരാമൻ ഏകാന്തത്തിലിരിക്കുന്ന സമയത്ത് സീതയെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം രാമനുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മണൻ എപ്പോഴും അടുത്ത് ചെന്നിരുന്ന ഓരോ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമന് അപ്പോൾ ഒരു മനസ്സിനൊരു ഇതാണല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, ഇരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ പണ്ട് കഴിഞ്ഞ നല്ല കഥകളെ പറ്റിയിട്ട് ഒക്കെ സംഭാഷണം ഉണ്ടായി. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സ്വന്തം പ്രവൃത്തിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് എന്ത് പറ്റി, ഈ ബ്രാഹ്മണ ശാപം കിട്ടി. ആർക്ക്? നൃഗമഹാരാജാവിന്. എന്നിട്ട് ഒരു ഓന്തായി ജനിക്കേണ്ടി വന്നു. ആ നൃഗരാജാവിൻ്റെ കഥയാണ് ആദ്യം ഈ ലക്ഷ്മണ ശ്രീരാമ സംവാദത്തിൽ ശ്രീരാമൻ ആദ്യം ഈ നൃഗരാജാവിൻ്റെ കഥയാണ് പറയാൻ പോണത്. ഇന്ന് ആണ് പറയാൻ പോണത് എന്ന് ശിവൻ ശ്രീപാർവതിയോട് പറയുകയാണ് കേട്ടോ. സൗമിത്രിണാ പൃഷ്ട ഉദാരബുദ്ധിനാ രാമ കഥാപ്രാഹ പുരാതനീഃ ശുഭാഃ രാജ്ഞപ്രമത്തസ്യ നൃഗസ്യ ശാപതോ ദ്വിജസ്യ തിര്യക്ത്വമഥാഹ രാഘവ. ഒന്നായ കഥ നമ്മൾ ഭാഗവതത്തിൽ ഇത് കണ്ടുല്ലോ, അതുകൊണ്ട് നമുക്ക് ആ കഥ അറിയാം. പക്ഷെ എന്നാലും ശ്രീരാമൻ സീതയോട് പറഞ്ഞു എന്ന് ശിവൻ പാർവതിയോട് പറയുകയാണ്. ഇനി മൂന്നാമത്തെ. കഥാചിത് ഏകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിത പാദപങ്കജം സൗമിത്രിരാസാദിത ശുദ്ധഭാവന പ്രണമ്യ ഭക്ത്യാ വിനയാന്വിതോ ബ്രവീത്. കഥാചിത്, ഒരു ദിവസം ഏകാന്ത ഉപസ്ഥിതം, ചന്ത ഏകാന്തത്തിലിരിക്കുന്നവനും രമാലാളിത പാദപങ്കജം, ലക്ഷ്മി ദേവിയാൽ ലാളിക്കപ്പെടുന്ന പാദപങ്കജങ്ങളോട് കൂടിയവനും പ്രഭും രാമം, അങ്ങനത്തെ രാമൻ. ആസാദിത ശുദ്ധഭാവന, പ്രഭുവായിട്ടുള്ള രാമൻ. ആസാദിത ശുദ്ധഭാവന സൗമിത്രി, ശുദ്ധഭാവനയോടുകൂടിയ, അതായത് നല്ല പരിശുദ്ധ മനസ്സോടുകൂടിയ ലക്ഷ്മണൻ. ഭക്ത്യാ പ്രണമ്യ, രാമനെ നമസ്കരിച്ചിട്ട്, ഭക്തിയോടുകൂടി നമസ്കരിച്ച് വിനയാന്വിതനായി അബ്രവീത് പറഞ്ഞു. അതായത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാൽ സേവിക്കപ്പെടുന്ന പാദപഞ്ചങ്ങളോടുകൂടിയ ശ്രീ മഹാവിഷ്ണുവും സർവേശ്വരനും പരബ്രഹ്മം തന്നെ രൂപമെടുത്തതുമായ ശ്രീരാമചന്ദ്രൻ ഒരു ദിവസം ഏകാന്തത്തിൽ ഇരിക്കണ സമയത്ത് വളരെ പരിശുദ്ധ മനസ്സോടുകൂടിയ ലക്ഷ്മണൻ അടുത്തേക്ക് ചെന്നു, ഭക്തിപൂർവം നമസ്കരിച്ചു. വിനയത്തോടുകൂടി ശ്രീരാമചന്ദ്ര ഭഗവാനോട് ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു. ഇത് ശിവൻ ശ്രീപാർവതിയോട് പറയാണ്. കഥാചിദേകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിത പാദപങ്കജം സൗമിത്രിരാസാദിത ശുദ്ധഭാവന പ്രണമ്യ ഭക്ത്യാ വിനയാന്വിതോ ബ്രവീത്. വിനയത്തോടു കൂടി പറഞ്ഞു.
4 ത്വം ശുദ്ധബോധോസി ഹി സർവദേഹിനാമാത്മാസ്യധീശോസി നിരാകൃതി സ്വയം പ്രതീയസേ ജ്ഞാനദൃശാം മഹാമതേ പാദാബ്ജഭൃംഗാഹിത സംഘസംഗിനാം. മഹാമതേ, മഹതിയായ, സർവത്തെയും വ്യാപിക്കുന്ന, എല്ലാറ്റിലും കുടികൊള്ളുന്ന. ത്വം ശുദ്ധബോധം അസി, അങ്ങ് ശുദ്ധജ്ഞാനസ്വരൂപൻ തന്നെയാണ്. സർവദേഹിനാം ആത്മാ അസി, എല്ലാവരുടെയും ആത്മാവും അങ്ങനെയാണ്. സർവദേഹിനാം ആത്മാ, അതാ പറഞ്ഞ. പിന്നെ അധീശഃ അസി, എല്ലാവരുടെയും ഈശ്വരനാണ്, അതായത് നിയന്താവാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആളാണ്. സ്വയം നിരാകൃതി, ശരിക്കു പറയാച്ചാൽ ഒരാകൃതി ഇല്ല അല്ലേ, അരൂപനാണ്. ബ്രഹ്മത്തിന് രൂപമില്ലല്ലോ, അരൂപനാണ്. പാദാബ്ജഭൃംഗാഹിത സംഘസംഖിന ജ്ഞാനദൃശാം പ്രതീയസെ, അതായത് ശ്രീരാമ ഭഗവാന്റെ പാദകമലങ്ങളിൽ വണ്ടെന്ന പോലെ, ഭൃംഗം വണ്ടാണ്, ഒരു വണ്ട എന്ന പോലെ ഉള്ള ചേർച്ചയോടുകൂടിയവരുടെ സംഘമുള്ളവരായ ജ്ഞാനമാകുന്ന ദൃഷ്ടിയോടുകൂടിയവരാൽ അറിയപ്പെടുന്നു. അതായത് ജ്ഞാനികൾക്ക് മാത്രം അറിയാവുന്നവനാണെന്ന്, അതാണ് പറയണത്. അപ്പം എന്താ പറയണതിൽ, അങ്ങ് സകലത്തെയും വ്യാപിച്ചിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവനാണ്. ഹേ നിന്തിരുവടി, പരിശുദ്ധ ജ്ഞാനസ്വരൂപനും എല്ലാവരുടെയും അന്തര്യാമിയായ ആത്മാവും അന്തര്യാമി രൂപേണ എല്ലാവരെയും നിയന്ത്രിക്കുന്ന നിയന്താവും ഈശ്വരനും സാധാരണ ജനങ്ങളെപ്പോലെ ഇങ്ങനെ കർമ്മ നിരതരായിട്ടുള്ള, അല്ലെങ്കിൽ കർമ്മത്തിന് അധീനരായിട്ടുള്ള ശരീരത്തോടു കൂടാത്തവനുമാണ്. അതായത് ഭഗവാന് ഒരു ലിമിറ്റേഷൻസും ഇല്ല. നമ്മളെപ്പോലെ കർമ്മം ചെയ്താൽ അതിന് ഫലം അനുഭവിക്കേണ്ട ഒന്നും ഭഗവാനെ ബാധിക്കില്ല. അതാണ് കർമ്മബന്ധനത്തിൽ നിന്നും മുക്തനുമായ ഇന്ദിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് അങ്ങേ താതാത്മ്യം പ്രാപിച്ച് ആത്മസാക്ഷാത്കാരം കിട്ടിയ ഭക്തന്മാരുടെ സംസർഗത്താൽ സിദ്ധിച്ച അങ്ങനെയുള്ള ജ്ഞാനികൾ മാത്രമേ അങ്ങേ അറിയുന്നുള്ളൂ എന്ന് പറയാണ്. ആത്മസാക്ഷാത്കാരം ലഭിച്ച ജ്ഞാനികളുടെ സത്സംഗത്തിന് ഭാഗ്യമുണ്ടായ ജ്ഞാനികൾ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ജ്ഞാനിയായി തീർന്നവരെ, സത്സംഗം കൊണ്ട് മനഃശുദ്ധി വന്നവർക്ക് മാത്രമേ അങ്ങയെ കാണാൻ കഴിയൂ എന്ന് പറയണം. ഭഗവാന്റെ മഹത്വം പറയണം. ശുദ്ധ ഒക്കെ പറഞ്ഞില്ലേ, എല്ലാവരിലും ഓംനി പ്രസൻ്റാണ്, പിന്നെയോ പരിശുദ്ധ ജ്ഞാനസ്വരൂപനാണ്, എല്ലാ അന്തര്യാമിയാണ്, അന്തര്യാമി രൂപേണ എല്ലാവരുടെയും ഈശ്വരനാണ്, പിന്നെയോ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാണ്. അങ്ങനെയുള്ള നിന്തിരുവടി പാതാരബിന്ദങ്ങളെ ഭജിക്കുന്ന ജ്ഞാനികളുടെ സംഘം കൊണ്ട് എന്താണ് ഭാഗ്യവാന്മാരായവർക്ക് മാത്രമേ അങ്ങേ കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ത്വം ശുദ്ധബോധോസി സർവദേഹിനാം ആത്മാസ്യ അധീശോസി നിരാകൃതി സ്വയം പ്രതീയസേ ജ്ഞാനദൃശാം മഹാമതേ പാദാബ്ജഭൃംഗാകിത സംഘസംഗിനാം. ഇനി 25 കൂടി ചെയ്ത് നിർത്താം. അഹം പ്രപന്നോസ്മിപദാംബുജം പ്രഭോ ഭാവാപവർഗം തവ യോഗഭാവിതം യഥാഞ്ജസാജ്ഞാനമപാരവാരിധിം സുഖം ധരിഷ്യാമി തഥാനുശാധി മാം. യോഗിഭാവിത, യോഗികളാൽ കൽപ്പന ചെയ്യുന്നതും, ഭവാപവർഗ, സംസാരത്തിൻ്റെ നിവൃത്തിക്ക്, അതായത് സംസാരത്തിൽ നിന്ന് മുക്തി അല്ലെങ്കിൽ മോക്ഷം കിട്ടുന്നതിന് ആസ്പദവുമായ തേ പാദാംബുജം, അങ്ങയുടെ പാതാരവിന്ദത്തെ അഹം പ്രപന്ന അസ്മി, ഞാൻ ശരണം പ്രാപിക്കുന്നു. അപാരവാരിധി അജ്ഞാനം, കരയില്ലാത്ത സമുദ്രമായ ആ അജ്ഞാനത്തെ, അപാരവാരിധിയാണ്, കര അറിയാത്ത അത്ര അജ്ഞാന സമുദ്രമാണ്. യഥാ അഞ്ജസാ സുഖം തരിഷ്യാമി, ഞാൻ ഏതു വിധത്തിൽ വേഗം സുഖമായിട്ട് തരിക്കുമോ തഥാ മാം അനുശാധി, അപ്രകാരം എന്നെ ശാസിച്ചാലും അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാലും അനുശാസിച്ചാലെന്ന. ഇത് എന്തൊരു അത്ഭുതം അറിയോ, ഇത് വായിക്കുമ്പോൾ ഞാനിത് എത്രയോ കാലമായിട്ട് ചെല്ലുന്നുണ്ട്, എവിടുന്നോ പഠിച്ചതാണ്. അത് വ്യാസൻ്റെ അധ്യാത്മരാമായണത്തിലത്തെ ആണെന്ന് എനിക്ക് ഈ രാമായണം വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായുള്ളൂ. അങ്ങനെ നമ്മൾ പല ശ്ലോകങ്ങളും അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടുല്ലോ, എന്താ പറയുക, ഭാഗവതത്തിലും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മയെ നമുക്ക് വളരെ പരിചയമുള്ള ആ ശ്ലോകം
ജരാസന്ധൻ്റെ പിന്നെ ജയിലിൽ കിടക്കണ രാജാക്കന്മാർ ചെല്ലിയ ശ്ലോകമാണെന്നൊക്കെ നമുക്ക് അതുപോലെയാണ്. അപ്പോൾ ഇത് ഞാൻ എത്രയോ കാലമായിട്ട് ചെല്ലണമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിത് ഏതെന്ന് വന്നതാണെന്നറിയില്ല, ഏതോ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണ്. ഇതിപ്പോൾ രാമായണത്തിലത്തെയാണ് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക്, ഈ രാമായണം വായിച്ചപ്പോഴാണ്. അപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ അർത്ഥമാണ് കേട്ടോ. ഹേ പ്രഭോ, ഈ സംസാര സങ്കടത്തെ മുഴുവൻ തീർക്കുന്നതും അങ്ങനെ സംസാര സാഗരം തരണം ചെയ്യാനായിട്ട് യോഗീശ്വരന്മാർ ധ്യാനിക്കുന്നതുമായ നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. കര കാണാൻ കഴിയാത്ത ഈ അജ്ഞാന സമുദ്രത്തെ ഏത് വിധത്തിലായാലാണ് വിഷമമില്ലാതെ കടക്കാൻ കഴിയുമോ ആ വിധത്തിൽ എന്നെ അനുഗ്രഹിച്ചാലും, അല്ലെങ്കിൽ ആ വഴിക്ക് എന്നെ നയിച്ചാലും, അതാണ് അനുശാസിച്ചാലും എന്ന് പറഞ്ഞത്, ആ മാർഗത്തെ എനിക്ക് ഉപദേശിച്ചാലും. നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ. അത് ഒന്നും കൂടി ചൊല്ലി ഞാൻ നിർത്താം. അഹം പ്രപന്നോസ്മി പദാംബുജം പ്രഭോ ഭാവാപവർഗം തവ യോഗഭാവിതം തവ യോഗിഭാവിതം യഥാഞ്ജസാജ്ഞാനമപാരവാരിധിം സുഖം ധരിഷ്യാമി തഥാനുശാധി മാം. ഇന്ന് സ്വർഗവാതിൽ തുറക്കണ ഏകാശിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്നലെയാണ് ആഘോഷിച്ചത്. അപ്പം ഇന്നലെയാണ് ഞങ്ങൾ ഗീതം മുഴുവൻ വായിക്കുകയൊക്കെ ചെയ്തു ഇവിടെ കേട്ടോ. പക്ഷേ ഇന്ന് സ്വർഗവാതിൽ തുറക്കണ ഏകാശിയായിട്ട് എനിക്ക് അത്ഭുതം തോന്നുക. ഭഗവാൻ നമുക്ക്, അല്ല എനിക്ക് എന്ന് പറയട്ടെ, നിങ്ങളിത് കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഭഗവാൻ ഇത് ഇന്ന് എനിക്ക് ഈ രാമഗീത ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തന്നു എന്നുള്ളത് ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. കാരണം രാമഗീത ഈ സ്വർഗവാതിൽ തുറക്കണ ഏകാദശി ദിവസമായിട്ട് ഭഗവാൻ തുടങ്ങാനെങ്കിലും സാധിച്ചുല്ലോ അല്ലേ. അതുകൊണ്ട് വളരെ സന്തോഷം. ഞാൻ അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.